ഹലോ, ഹെഡ്മേലുടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മമാർ, വല്യമ്മച്ചിമാർ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ഇടണേ. നമ്മളെല്ലാവരും നാരങ്ങ വെള്ളം കുടിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നാരങ്ങാത്തോട് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെക്കും. അത് പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. മീൻ കഴുകിയിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കയ്യുടെ ഉളുമ്പ് പോവാൻ അല്ലെങ്കിൽ പാത്രങ്ങളുടെ ഉളുമ്പ് വേണം പോവാൻ ഈ നാരങ്ങാത്തോടിട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ മതി. പിന്നെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഈ നാരങ്ങാത്തോടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1.5-2 മാസമായി ഞാൻ ഇതുപോലെ കുറേശ്ശെ എടുത്ത് കുപ്പിയിലാക്കി വെച്ചതാ. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇത് നമ്മൾ അച്ചാറിടാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാരങ്ങാത്തോട് കൊണ്ട് അച്ചാറിട്ടാൽ എന്തുവാണ് ഗുണം? ഒന്ന് ചെയ്ത് നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ചാറിന് വേണ്ടിയാണ് ഇങ്ങനെ നാരങ്ങാത്തോട് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാരങ്ങ പിഴിയാൻ എടുക്കുമ്പോൾ നല്ലതുപോലെ കഴുകിയ ശേഷം മാത്രമേ പിഴിയാൻ എടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തോട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നാരങ്ങ പിഴിയുമ്പോൾ ഞാനങ്ങ് അതിൻ്റെ എത്രയും പിഴിയാമോ അത്രയും പിഴിയത്തില്ല. ഇച്ചിരി അതിൽ വെച്ചിരിക്കും. ഒരിച്ചിരി നാരങ്ങ നീര് മൊത്തത്തിലങ്ങ് പിഴിയാറില്ല. അപ്പൊ ഏറ്റവും നല്ലത് ഇതുപോലെ ഗ്ലാസിന്റെ കുപ്പിയാണ്. ആദ്യം അടിയിൽ ലേശം ഉപ്പ് വിതറാം. അതിനുശേഷം കിട്ടുന്ന നാരങ്ങ തോടുകൾ ഇങ്ങനെ അതിലിട്ട ശേഷം ഈ കുപ്പി നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പ് വിതറി കൊടുക്കണം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇത് നമ്മൾ കുപ്പിയൊന്ന് കുലുക്കി കൊടുക്കണം. എന്നിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുവെങ്കിൽ ഉപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊക്കെ ഫില്ലായി വരുന്നതിനനുസരിച്ച് കുറേശ്ശെ ഉപ്പിട്ട് കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ നന്നായിട്ട് മെൽറ്റായി തുടങ്ങി. ഇതിപ്പോൾ ഈ പച്ചയ്ക്ക് വേണമെങ്കിലും ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ലതുപോലെ ഉപ്പ് പിടിച്ചിരിക്കുക. ഈ മുകളിലുള്ള കുറച്ച് മാത്രമേ ഉള്ളൂ ഉണങ്ങിയതുപോലെ ഇരിക്കുന്നത്. അടിയിലുള്ളത് മൊത്തം നല്ലതായിട്ട് 1/4 ഭാഗവും മെൽറ്റായി കഴിഞ്ഞു. അതിനുശേഷം വലുതായിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചിടാം. ഉപ്പ് വിതറാനും ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കാനും മറക്കല്ലേ. ഉപ്പ് വിതറിയില്ല എങ്കിൽ ഇത് കേടായി പോവാൻ ചാൻസ് ഉണ്ട്. അതിനു വേണ്ടിയാ ഞാനിത് ലോക്ക്ഡൌണിന് മുമ്പേ ശേഖരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ അച്ചാറെല്ലാം തീർന്നു, കടകളെങ്ങും ഇല്ല, നാരങ്ങ കിട്ടാനില്ല. ആ സമയത്തെങ്കിൽ വിചാരിച്ചുവെങ്കിൽ ഇതെടുത്ത് അച്ചാറിടാമെന്ന്. അച്ചാറിടാനായിട്ട് പാത്രം വെച്ച ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം ലേശം കടുകിട്ട് നന്നായിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി ഞാൻ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുന്നത്. ഇഞ്ചി കൊത്തിയരിയോ നീളത്തിലരിയോ എങ്ങനെയും ആവാം. ഇത് ഒന്ന് വയളണം. ഒത്തിരി അങ്ങ് ഫ്രൈ പോലെ ആവേണ്ട, ഒരു 1/4 പരുവം ആകുമ്പോഴത്തേക്ക് അതാണ് അച്ചാറിന് ഇതൊക്കെ വഴറ്റുന്ന പരുവം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴണ്ടു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, മറ്റേ സാദാ മുളക് പൊടിയാണ്. നല്ല എരിയുണ്ട്. എരി ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കണം, അത് നിങ്ങളുടെ ഇഷ്ടം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, അതായത് ഉലുവപ്പൊടി. പിന്നെ ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ കായപ്പൊടി. കായം ഞാൻ അച്ചാറിന്റെ വീഡിയോകൾ ഇട്ടതിൽ പലരും ചോദിക്കാറുണ്ട്, കായം അത്യാവശ്യമാണോ? എൻ്റെ അഭിപ്രായത്തിൽ അച്ചാറിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കായം എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഇത് കേട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ചാറിനകത്ത് വെള്ളം ചേർക്കുമെന്ന്. ഇത് നമ്മുടെ ഒരു സാധാ അച്ചാറല്ലല്ലോ, നമുക്ക് ഒത്തിരി നാൾ വെച്ചേക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തു വിടാനോ അങ്ങനെയുള്ള ഒന്നുമല്ല. ഡെയിലി യൂസിന് വേണ്ടിയുള്ളതാ. ഇത് നമ്മൾ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലുമാണ്. പുറത്ത് വെച്ചാലും പൂത്തൊന്നും പോവില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെള്ളം ഒഴിക്കുന്നു എങ്കിൽ അത് നല്ലതുപോലെ തിളപ്പിക്കണം വെള്ളം. അങ്ങനെയാണെങ്കിൽ അച്ചാർ കേടാവത്തില്ല. ഞാനിപ്പോൾ ഏകദേശം 1.5 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് പക്ഷേ ആ നാരങ്ങാത്തോടിൽ നന്നായിട്ട് പിടിക്കും, വെള്ളം പോലെ കിടക്കത്തുമില്ല. ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ഇപ്പം ചേർക്കണ്ട, കാരണം നാരങ്ങയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ലേശം വിനാഗിരിയാണ്. വിനാഗിരി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ.
തിളച്ച ശേഷം തീ ഏറ്റവും സ്ലോ ആക്കി നമുക്ക് ഈ നാരങ്ങാത്തോട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണേ. കാരണം ഇതിൽ ആ മസാലയൊക്കെ പിടിക്കാൻ അല്പം ടൈം എടുക്കും. അതിനുശേഷം അതിൻ്റെ ഗ്രേവി എടുത്ത് ലേശം ഉപ്പ് നോക്കിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ ഒത്തിരി കഴിഞ്ഞിട്ട് നിങ്ങൾ കുപ്പിയിലിട്ട് വെക്കാൻ സമയമാവുമ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടിളക്കിയാലും മതി. ഈ സമയത്ത് കായത്തിന്റെ പൊടി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല, ആദ്യം ചേർത്തത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നോക്കിക്കേ, വെള്ളം നമ്മൾ ഒഴിച്ചത് ഇച്ചിരിയെങ്കിലും അതിനകത്തുണ്ടോ എന്ന് നോക്കിക്കേ, മൊത്തം അതിനകത്ത് തോട് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടിയുള്ള നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇളക്കി കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഡ്രൈ ആയി കുറച്ചുകൂടി വെള്ളം വേണമായിരുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒഴിച്ച് ഇളക്കാം, കുഴപ്പമില്ല. പക്ഷെ പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ അച്ചാർ കേടായി പോകും. തിളപ്പിച്ച വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ച് ഇതുപോലെ ഇളക്കി അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ലോക്ക്ഡൗൺ സമയത്തൊക്കെ അച്ചാർ വേണമെന്നുള്ളവർക്ക് ഇത് ഫോളോ ചെയ്യാം, ഇത് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റുള്ളവർക്ക് പ്രയോജനമായി എന്ന് തോന്നുമെങ്കിൽ ഷെയർ ചെയ്തും കൊടുക്കണം. അപ്പോൾ ബൈ, ഗോഡ് ബ്ലസ് യു.